ഈ അവസരത്തിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി, ആ മുന്നണിയുടെ യഥാർത്ഥ സ്വഭാവം മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇതിനു മുൻപ് തന്നെ അവരുടെ നിലപാട് എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നു. അതിനുശേഷം മുസ്ലിം ലീഗ് അവരുടെ സീറ്റുകളിൽ വർധനവ് ആവശ്യപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ വന്നു. ഇന്നിപ്പോ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ KN ഖാദർ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഉപമുഖ്യമന്ത്രി പദത്തിന് മുസ്ലിം ലീഗിന് അവകാശമുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് 5ാം മന്ത്രിയെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർക്കാരിൽ പിടിമുറുക്കാനുള്ള ശ്രമം നടത്തിയത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. കേരളത്തിൽ UDF ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ വാസ്തവത്തിൽ കോൺഗ്രസ് സർക്കാർ ആയിരിക്കില്ല, വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരായിരിക്കില്ല. പകരം മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസിന്റെ നാമമാത്ര നേതൃത്വം. കോൺഗ്രസ് കസേരയിലുണ്ടാകും മുഖ്യമന്ത്രി, പക്ഷേ ഭരിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും എന്നുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് കേരളം നേരിടാൻ പോകുന്നത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനുൾപ്പെടെ നേരിടേണ്ടി വരുന്ന ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതിന് കഴിഞ്ഞ കാലങ്ങൾ അനുഭവമാണ്, കഴിഞ്ഞ കാലങ്ങൾ സാക്ഷിയാണ്. ഭീകരവാദ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളോടടക്കം മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായിട്ട് ഈ സർക്കാർ മാറും എന്നുള്ള ആശങ്കയുള്ള ധാരാളം സമാധാനപ്രേമികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ് എന്നുള്ളതിൽ കോൺഗ്രസ് വ്യക്തത വരുത്തണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള ശ്രീ നിതിൻ നബീൻജി വരുന്ന 6-7 തീയതികളിൽ കേരളം സന്ദർശിക്കുകയാണ്. അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് കേരളത്തിലെത്തുന്ന ശ്രീ നിതിൻ നബീജിക്ക് ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് കേരളത്തിൽ BJP നൽകുന്നത്. 6-ാം തീയതി ഉച്ചയോടുകൂടി അദ്ദേഹം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തും. അവിടെ പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കും. അതിനുശേഷം പാർട്ടിയുടെ നേതൃയോഗമുണ്ട്. ആ നേതൃയോഗത്തിന് ശേഷം 3:30 ആലുവയിലെ അഡ്ലക്സ് ഇന്റർനാഷണൽ ഹാളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. 6000-ഓളം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീജി സംസാരിക്കും. അതിനുശേഷം വൈകിട്ട് എറണാകുളത്ത് പാലാരിവട്ടത്ത് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, 140 അസംബ്ലിയുടെ ഇലക്ഷൻ ഇൻചാർജുമാർ, അതുകൂടാതെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ അടങ്ങുന്ന സംസ്ഥാന നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 7-ാം തീയതി അദ്ദേഹം ശൃംഗേരി മഠം സന്ദർശിക്കും.
അതുകൂടാതെ തൃശ്ശൂരിൽ നടക്കുന്ന ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാമ്പത്തിക വിശാരദന്മാർ, അങ്ങനെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് ഡിസ്കഷനും വികസിത കേരളവും എന്ന ആ ചർച്ചാ സമ്മേളനത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബീജി പങ്കെടുക്കും. വൈകുന്നേരം തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ പാർട്ടിയുടെ നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം കേരളത്തിലെ 2 ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. ഈ രീതിയിലാണ് ദേശീയ അധ്യക്ഷൻ്റെ കേരളത്തിലെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ആദ്യമായിട്ട് കേരളത്തിലെത്തുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 2026 ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി പ്രവർത്തനത്തിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കുന്നതിനും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെ യാത്ര പ്രയോജനപ്പെടും. ആ രീതിയിലാണ് യാത്രയെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.